ഇതിനകത്ത് ഇലക്ഷൻ കമ്മീഷൻ കളിച്ചു, അവർ കളിച്ചു, പോളിംഗ് ബൂത്ത് പിടിച്ചെടുത്തു, അങ്ങനെ ചില വീഡിയോകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചില ആൾക്കാരൊക്കെ അയച്ചിരുന്നപ്പോൾ ഞാൻ തന്നെ അത് നോൺസെൻസ് ഇതാ പറഞ്ഞത്. കാരണം അവിടെ പോളിംഗ് ഉണ്ടായി, 2 ഫേസിൽ അവിടെ ഇലക്ഷൻ നടന്നേ. ഒരു പോളിംഗ് സ്റ്റേഷനിൽ പോയിട്ട് റീപോൾ അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികളും ഭരണകക്ഷി ആരും ആവശ്യപ്പെടുന്നില്ല. അപ്പോൾ അവിടെ സംഭവം ഉണ്ടായിട്ടില്ല. അപ്പോൾ പ്രോപ്പറായിട്ട് ഇലക്ഷൻ നടന്നു. അതേപോലെ വോട്ടേഴ്സ് ടേൺ ഔട്ട്, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ മോദിക്കും നിതീഷ് കുമാറിനും അനുകൂലമായിട്ട് വോട്ട് ചെയ്തു. ഇതാണ് കാരണം അവിടെയുള്ള ജനങ്ങൾക്ക് പല ആൾക്കാരും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് ലാലു രാജ് എന്ന് പറയുന്നൊരു സംഭവം ഒരു ഗുണ്ടായിസമാണ്. അവിടെ എന്ത് സംഭവിക്കും, അതിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ല. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഈ സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും ഈ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ആണെങ്കിലും മറ്റുള്ള കാര്യത്തിൽ ഈ ബീഹാർ മാറിയിട്ടുണ്ട്, ഉറപ്പായിട്ടും മാറിയിട്ടുണ്ട്, സംശയമില്ലാത്ത കാര്യം. അല്ലെങ്കിൽ ഇത്രാമത്തെ ടൈമിൽ നിതീഷ് കുമാർ വരുമ്പോൾ വീണ്ടും അയാൾക്ക് വോട്ട് ചെയ്യുക എന്ന് പറയുന്നത്, അവിടെ ഡെവലപ്മെൻറ്റും അയാളെ അത്രമാത്രം വിശ്വാസമുണ്ട്.